ഇൻട്രോയിൽ പറഞ്ഞത് ധാരണാപിശകിൽ വന്നൊരു പിഴവാണ്, സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷേ ആ പിഴവിൽ ഒട്ടച്ചാണ് വെച്ച് കയറി മുഹമ്മദ് എന്ന പേര് ആരെയോ ബോധ്യപ്പെടുത്താൻ മനഃപൂർവ്വം പറഞ്ഞതാണെന്നും പേര്, താടി, തൊപ്പി, കുപ്പി, നിസ്കാരത്തഴമ്പ്, മതവുമായി ചേർത്തുവക്കൽ തുടങ്ങിയ അതിവായന ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ട കാതലായ ചോദ്യത്തിന് മറുപടിയില്ലായ്മയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടാനുള്ള ദുഷ്ടലാക്കാണ്. ഏതോ സുരേഷ് ഗോപി ഹാങ് ഓവർ ഇറങ്ങിയിട്ടില്ലെന്നൊക്കെയുള്ള വ്യക്തിപരമായ പരിഹാസങ്ങൾ ഉന്നയിച്ചാലും കിടപ്പാടമില്ലാത്തവന് സർക്കാർ വെച്ചു കൊടുക്കുന്ന ഒരു വീടിന്റെ ഉമ്മറത്ത് അവന്റെ അഭിമാനത്തിനെ കാരുണ്യമില്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു കേന്ദ്ര ചാപ്പയെ അടിക്കാം എന്നാണ് ഇപ്പോഴും നിലപാടെങ്കിൽ നിങ്ങൾ ഇക്കാലം അത്രയും മാഞ്ഞു പറഞ്ഞ രാഷ്ട്രീയം വിഴുങ്ങലാണ്. ഒരു 360 ഡിഗ്രിയിൽ സ്റ്റണ്ണിംഗ് റിവേഴ്സലാണ് ബഹുമാനപ്പെട്ട മന്ത്രി കാളത്തൊടിക മീത്തൽ ഷാജി. ഏതെങ്കിലും 1.5 മാസക്കാലം മധുവിധകാല ചാബല്യമെന്ന ഗണത്തിൽപ്പെട്ടതല്ല. അടിസ്ഥാന രാഷ്ട്രീയം മറക്കൽ, അടിത്തറ നയത്തിന്റെ കാലുവട്ടൽ. ഏറ്റവും ഒടുവിൽ കേൾക്കുന്നതാണ് വിഴിഞ്ഞത്തെ ഷിപ്പിംഗ് മൊണാർക്കിന്റെ അണ്ടർ വഴിയിലെ ദുരൂഹ എൻട്രി. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേണ്ടി 2019 പിടികൂടുന്ന $1 ബില്യൺ വിലയുള്ള 20 ടൺ കൊക്കൈൻ. ആ സർപ്രൈസ് ക്യാച്ച് ഇതേ കമ്പനിയിലാണ്, MSC ഗയാന. അന്ന് നൊട്ടോറിയസ് ബാൾക്കൺ കാർട്ടലിൽ ജീവനക്കാരെ ബ്രൈബ് ചെയ്ത അധമപ്പണിയിൽ പിടികൂടിയ കപ്പൽ വിട്ടുകൊടുക്കാൻ MSCക്ക് $50 മില്യൺ അമേരിക്കൻ പെനാൽറ്റി. MSC അല്ല, അതിനപ്പുറത്തെ കൊടികെട്ടിയ രാജാവെങ്കിലും കേരളത്തിന്റെ തീരത്ത് പതാക നാട്ടാൻ സർക്കാർ റാറ്റിഫിക്കേഷൻ വേണമെന്നിരിക്കെ അതൊക്കെ കിട്ടിക്കോളും എന്നാണ് അദാനിയുടെ കേൾപ്പോരും കേൾവിയുമില്ലാത്ത ആരോടും പറയാത്ത ആർജവമെങ്കിൽ അതിൽ അവിശുദ്ധ ബാന്ധവത്തിന് നാറ്റം കാണുന്നുണ്ട് പ്രതിപക്ഷം. തീരത്തേക്കുള്ള കൊടികെട്ടിയവന്റെ അധോവരവിൽ PMC മറിച്ചടിയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ കണ്ട യു-ടേണിൽ നേരത്തെ ഷാജി പറഞ്ഞ ആവാസ് യോജന ചാപ്പയിൽ പോയ സർക്കാരിനെ മണ്ടക്കടിച്ചങ്ങ് രക്ഷപ്പെടാമെന്നാണ് കേരളത്തെ കളിയാക്കുന്ന മൗഢ്യമാണ് കോൺഗ്രസ്, ലീഗ്, UDF. അടുത്ത 5 വർഷക്കാലം നിങ്ങളുടെ നയപരാജയത്തിന് നിങ്ങൾ പറയുവോ ഈ അപ്പൊളിറ്റിക്കൽ വാട്ട് അബൌട്ടറി?